നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാലും നീയാണ് എൻ്റെ സന്തോഷം. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരുപാട് സന്തോഷകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് നിങ്ങളിലൂടെ മാത്രമായിട്ടാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതോടുകൂടി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ധാരാളം വിജയകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോഴും ഒരുപാട് നേട്ടങ്ങൾ ഈ വ്യക്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഒരുപാട് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് തുല്യമായി കാണാൻ കഴിയുന്ന, അതായത് ഈ വ്യക്തി എപ്പോഴും നിങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. ആ ഒരു അനുഗ്രഹം മറ്റാരിൽ നിന്നും ഈ വ്യക്തിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അനുഗ്രഹവും അതുപോലെ തന്നെ ഐശ്വര്യവും, അത് ആ ഒരു കാര്യങ്ങൾ ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നു ചേരുകയാണ് ഉണ്ടായിട്ടുണ്ടാവുന്നത്. ആ വന്നു ചേർന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന ആ ഒരു സാഹചര്യത്തിനെ കുറിച്ച് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഒരു സൗഹൃദമായി നിങ്ങൾ രണ്ടുപേരും തുടർന്നുവെങ്കിൽ പോലും ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഇത്രമേൽ സ്നേഹിതരാകും എന്നുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഈ വ്യക്തിയെ ഫോൺ വിളിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി ഉടനെ തന്നെ നിങ്ങളെ ഫോൺ വിളിക്കുന്നതായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നതായിട്ടും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ മാറ്റങ്ങൾ എന്ത് തന്നെ ആയാലും ഈ വ്യക്തിക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാവുക തന്നെ ചെയ്യും. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുള്ള എന്ത് മാറ്റങ്ങളായാലും നിങ്ങൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാവുക തന്നെ ചെയ്യും. നിങ്ങൾ വന്നതോടുകൂടി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ വ്യക്തി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും വേണമെന്ന് തന്നെയാണ് ആഗ്രഹം. അത് നിങ്ങളോടൊപ്പം തന്നെ ആയിരിക്കണം എന്നുള്ള നിർബന്ധം ഈ വ്യക്തിക്ക് നന്നായി തന്നെ ഉണ്ട്. ഈ വ്യക്തിക്ക് എന്ത് ലഭിച്ചാലും വളരെ മനോഹരമായി തന്നെ ലഭിക്കണം എന്നുള്ള ചിന്തകൾ മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത്. നിങ്ങളുമായി ഒരുമിച്ച് കൂടിച്ചേരുമ്പോൾ ഈ വ്യക്തിക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഉണ്ടാവുന്നത്, അതിനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ വേണമെന്നുള്ള ചിന്ത തന്നെയാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴാണ്.
മനസ്സ് തുറന്ന് സംസാരിച്ച് വളരെ വിശദമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും വിശേഷങ്ങൾ പറയുമ്പോഴാണ് നിങ്ങളുമായിട്ട് അത്രയും അധികം ഈ വ്യക്തിക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരടുപ്പത്തിലേക്ക് വരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത്, സന്തോഷകരമായ സ്നേഹം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പ്രപഞ്ച ശക്തിയുടെയും മാലാഖമാരുടെയും ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള അനുഗ്രഹമാണ് ഈ പ്രണയബന്ധത്തിലുള്ളത്. ആ ഒരു അനുഗ്രഹത്തിലൂടെ നല്ല രീതിയിൽ തന്നെ ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ മൂൺ എനർജി നന്നായി തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണ ചന്ദ്ര ദിവസങ്ങളിൽ, അതായത് പൗർണമി ദിവസങ്ങളിലൊക്കെ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വളരെയധികം അമിതമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പിണക്കത്തിലായിരിക്കാം, അല്ലെങ്കിൽ വളരെ നന്നായി തന്നെയായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിണക്കത്തിലോ ഇണക്കത്തിലോ അടുത്തോ അകലെയോ എവിടെയാണെങ്കിൽ പോലും നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിൽ ഈ ഒരു പ്രണയബന്ധത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത്. നിങ്ങളുമായി ചെലവഴിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സമയം, ആ ഒരു സമയത്തെക്കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം മനോഹരമാണ് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങളുമായിട്ട് അകന്നു നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം പ്രാധാന്യപ്പെട്ടതായിരുന്നു എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വ്യക്തിക്ക് നിങ്ങളെ വേദനിപ്പിക്കാനോ നിങ്ങളെ മാറ്റി നിർത്തുവാനോ സാധിക്കുകയില്ല. ഈ വ്യക്തിക്ക് നിങ്ങളെ മാത്രം മതി. അതുതന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലെ ഉദ്ദേശം. പ്രണയബന്ധം എങ്ങനെയെങ്കിലും നിലനിർത്തണം, അതിമനോഹരമായി ഈ ഒരു പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. ഈ വ്യക്തിയുടെ മനസ്സ് ഒരുപാട് സന്തോഷത്തിന് വേണ്ടിയാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ചെറിയ വേർപിരിയലുകൾ ഒക്കെ നടന്നിട്ടുണ്ടാകാം. അത് പലപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ഈ വ്യക്തിയുടെ മനസ്സിൽ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുമായി വേർപിരിഞ്ഞത്, എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിന് തക്കതായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാക്കുവാനും അതിന് കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയുവാനും ഈ വ്യക്തി തയ്യാറാണ്. നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ തടസ്സമായി നിൽക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണോ അത് കണ്ടുപിടിച്ചുകൊണ്ട് പരിഹരിക്കുവാൻ തന്നെയാണ് ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ പറഞ്ഞറിയിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റാരെയും വേണ്ട എന്നുള്ളത് തന്നെയാണ് സത്യമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, നിങ്ങളുടെ കണ്ണുനീര് ഈ വ്യക്തിയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ പലപ്പോഴും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തി പോലും അറിയാതെ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ആ ഒരു വേദന എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഈ വ്യക്തിക്ക് എവിടേക്കോ നല്ല രീതിയിൽ തന്നെ തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അത് ഈ വ്യക്തിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളെ സന്തോഷകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത്. നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ പ്രണയബന്ധത്തിൽ വളരെയധികം മാലാഖമാരുടെ സാന്നിധ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ മാലാഖമാർ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഈ പ്രണയബന്ധത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ മാലാഖമാരുടെ സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ പ്രണയബന്ധത്തെ തകർക്കാൻ ശ്രമിച്ചാലും അത് ഒരു പരിധി വരെ തകർക്കാൻ സാധിക്കുകയില്ല. അത് ഈ മാലാഖമാർ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വായനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും.
ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.